കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴയിൽ VD സതീശിനു വേണ്ടി തെരുവിലിറങ്ങി കോൺഗ്രസ് പ്രവർത്തകർ. പടനയിച്ച VD കേരളം ഭരിക്കട്ടെ എന്ന ബാനറുമായാണ് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ജാഥ നടത്തിയത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച സജീവമായി നടക്കുന്നതിനിടയിൽ മൂവാറ്റുപുഴയിൽ VD സതീശിനു വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി. വെള്ളിയാഴ്ച വൈകിട്ട് 6ഓടെയാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ VD സതീശിനു വേണ്ടി പ്രവർത്തകർ ജാഥ നടത്തിയത്. പടനയിച്ച VD കേരളം ഭരിക്കട്ടെ എന്ന ബാനറുമായാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. കണ്ണേക്കരളെ VDS, കണ്ണേക്കരളെ VDS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവ്, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവ്, VD സതീശ നേതാവേ, കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻ മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി മുണ്ടാടൻ, സെലി ലൈഫ് ബോയ്, മുഹമ്മദ് ബാവ, ഷലീൽ മറ്റപ്പനാൽ, ഷാൻ പട്ടമാക്കുടി, ഉറൂബ്, റഫീഖ് തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം ഈ കേരളത്തിൽ വളരെ നിർജ്ജീവമാണ്. ശരിക്കും പറഞ്ഞാൽ ഐസിയുലായ ഈ പ്രസ്ഥാനത്തെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, അതായത് VD സതീശൻ, അയാളുടെ നേതൃത്വത്തിലാണ് ഈ വലിയൊരു ഭൂരിപക്ഷം ജനത നമുക്ക് തന്നത്, കേരളത്തിലെ ജനത. അപ്പോൾ കേരളത്തിലെ ജനതയുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അല്ലെങ്കിൽ AICC ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആരെയും ഒരു നേതാക്കന്മാരെ നമ്മൾ ഒരിക്കലും അഭിവൃദ്ധിപ്പെടുത്താനോ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിൽപ്പെടുത്താൻ ആയിട്ടല്ല. പക്ഷേ കേരള ജനതയുടെ വികാരം ഈ AICCനെ ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് ഈ ഞങ്ങളുടെ പ്രതിഷേധ കൂട്ടായ്മയുടെ ഉള്ളൂ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും, മൂവാറ്റുപുഴയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ബഹുമാനപ്പെട്ട ഈ പടനയിച്ചവൻ കേരളം നയിക്കട്ടെ എന്ന സന്ദേശത്തിന് ഞങ്ങൾ കൊടുക്കുക. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ VD സതീശിനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.